ഹലോ, എല്ലാവർക്കും മല്ലു.സിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനും പാപ്പുവും വന്നിട്ടുണ്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾക്കിത് സംസാരിക്കാനുള്ളത് നമ്മുടെ കൊച്ചു കുട്ടികളോടാണ്. കുട്ടികളോടാണ്. അപ്പോൾ എല്ലാവർക്കും ഹായ് പറഞ്ഞേ പാപ്പു. ഹായ്. ഓക്കെ, ഹായ്. അപ്പം ഞങ്ങൾക്ക് പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ, കുഞ്ഞു കുട്ടികളെ, അപ്പോൾ നിങ്ങൾ വീട്ടിൽ നമ്മൾ അച്ഛനും അമ്മയൊക്കെ നിങ്ങളെ സ്നേഹിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഉമ്മൻ തരാറുണ്ടല്ലേ? എങ്ങനെ ഉമ്മൻ തരുന്നത്? ഇങ്ങനെ തരാറുണ്ട്, നെറ്റിയിൽ ഉമ്മ വയ്ക്കാറുണ്ട്, ഹഗ് ചെയ്യാറുണ്ട് അല്ലേ? ഞങ്ങൾ ഹഗ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മുടെ പേരൻസ് നമ്മളെ ചെയ്യാറുണ്ട് അല്ലേ? ഈ സമയം അല്ലാണ്ട് പിന്നെ നിങ്ങളുടെ അടുത്ത ഫാമിലി മെമ്പർ, പിന്നെ ആരാ, നിങ്ങളുടെ അപ്പൂപ്പൻ, അമ്മൂമ്മ, അവരൊക്കെ നിങ്ങളെ കെട്ടിപ്പിടിക്കാറുണ്ട്, ഉമ്മ തരാറുണ്ട് അല്ലേ? പക്ഷേ അപ്പോൾ നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ആരൊക്കെയാണ് നിങ്ങളെ തൊടുന്നത് എന്നുള്ളത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഈ തൊടുന്നത് നമ്മൾ തൊടുന്നത് ഗുഡ് ടച്ച്, നല്ല ടച്ചും ഉണ്ട്, ബാഡ് ടച്ചും ഉണ്ട് കേട്ടോ. അപ്പോൾ അപ്പം ഈ ഗുഡ് ടച്ച് എന്ന് പറയുന്നത് നമ്മൾ എവിടെ തൊടുമ്പോഴാണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഉമ്മ കൊടുക്കുമ്പോൾ തന്നെ കണ്ടോ, ഫോർഹെഡ്, നെറ്റിയിൽ ഉമ്മ വെച്ചു, അല്ലെങ്കിൽ ഹഗ് ചെയ്തു, കൈ ഷേക്ക് ഹാൻഡ് ചെയ്തു, അങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മൾ ഓക്കെ ടച്ചാണ് അല്ലേ? നമ്മളെ കുളിപ്പിക്കാനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അച്ഛനും അമ്മയൊക്കെ തൊടുന്നതൊക്കെ ഓക്കെ ടച്ചാണ്. പക്ഷേ ബാഡ് ടച്ച് എന്ന് പറഞ്ഞൊരു സംഭവം, അതായത് ചീത്ത രീതിയിൽ നമ്മളെ എവിടെയൊക്കെ തൊട്ടുന്നതാണ് നമ്മൾ ചീത്ത രീതിയിൽ തൊടുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ പാപ്പുവിൻ്റെ ഒരു ടോയ് കാണിക്കുവാണ് നിങ്ങളെ. ടോയ് അല്ലേ പാപ്പു? പാപ്പുവിൻ്റെ ഫ്രണ്ടാണത്, ഫ്ലിപ്പി. അപ്പോൾ നമ്മളെ ഇവിടെ നെറ്റിയിൽ, തലയിലൊക്കെ ഉമ്മ വയ്ക്കുന്നത്, ഇപ്പോൾ ഒരു ഹാൻഡിൽ ഉമ്മ വയ്ക്കുന്നത്, കയ്യിൽ ഓക്കെയാണ്. പക്ഷേ നമ്മൾ ഓക്കെ അല്ലാത്തത് നമ്മളെ എവിടെ ഉമ്മ വയ്ക്കുകയോ അല്ലെങ്കിൽ ടച്ച് ചെയ്യുകയോ, ഞാൻ ഇനി പറയാൻ പോകുന്ന പാർട്സിൽ ചെയ്യുകയാണെങ്കിൽ അത് ഓക്കെ അല്ല. നമ്മുടെ ലിപ്സിൽ ഇവിടെ മുതലുള്ള ഭാഗത്ത്, നമ്മളെ പെൺകുട്ടികളാണെങ്കിൽ നമ്മളെ ചെസ്റ്റിൽ, പിന്നെ എവിടെയാ നമ്മളെ പ്രൈവറ്റ് പാർട്സ് എന്ന് പറയുന്നത്, അതായത് നമ്മളിപ്പോൾ കണ്ടോ, നമ്മൾ മൂത്രം ഒഴിക്കുന്ന സ്ഥലം, ഇച്ചിയിടുന്ന സ്ഥലം, ബാക്കിൽ കണ്ടോ, ഈ ഭാഗത്തൊക്കെ തൊടുന്നത് ചീത്ത ടച്ചാണ്. ഓക്കെ, അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ സാധാരണ നിങ്ങൾ എപ്പോഴാണ് ഇച്ചിയിടുമ്പോഴോ മൂത്രം ഒഴിക്കുമ്പോഴോ ഒക്കെ നമ്മൾ അച്ഛനും അമ്മയോ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മൂമ്മയോ ഒക്കെ വൃത്തിയാക്കുമ്പോഴായിരിക്കും അല്ലേ അവിടെ തൊടാറ്. അല്ലാണ്ട് വേറെ ആരെങ്കിലും വേറെ രീതിയിൽ തൊടുവാണെങ്കിൽ അതൊക്കെ ചീത്ത ടച്ചുകളാണ്. ഇവിടെയൊന്നും തൊടുന്നത് ഓക്കെ അല്ല. നമ്മൾ ഇവിടെയും ഈ ഭാഗങ്ങളിലും തൊടുന്നത് ഓക്കെ അല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അങ്ങനെ തൊടുവാണെങ്കിൽ, ആരെങ്കിലും നിങ്ങളെ തൊടുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും പാപ്പു? നോ. നമ്മൾ എന്താ പറയും? നോ. എന്താ പറയാ നമ്മള്? നോ. അപ്പോൾ ഇപ്പോൾ ആൻറ്റി പറഞ്ഞില്ലേ, അപ്പോൾ ഈ പാർട്സിലൊക്കെ നമ്മൾ പറഞ്ഞേ, ഈ പാർട്സിലൊക്കെ തൊടുന്നത് കണ്ടോ, നമ്മളെ ചെസ്റ്റിൽ, നമ്മളെ പ്രൈവറ്റ് പാർട്സിൽ, ഇവിടെയൊക്കെ വേറെ ആരും തൊടുന്നത് ഓക്കെ അല്ല. അപ്പം നിങ്ങൾ എന്ത് പറയണം? നോ. നിങ്ങൾ എന്ത് പറയണം? നോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ നിന്ന് മാറണം. എന്നിട്ട് നിങ്ങൾ ആരോട് പറയണം? നിങ്ങൾ സാധാരണ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വരണമെങ്കിൽ നിങ്ങൾ ആരോടാ പറയുന്നത്? നമ്മളെ അച്ഛൻ, നമ്മുടെ അമ്മ, അതല്ലെങ്കിൽ നമ്മുടെ സ്കൂളിലെ ടീച്ചർ, അപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റാവുന്ന ആൾക്കാരല്ലേ? അപ്പോൾ അവരൊന്നും നിങ്ങൾ അടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഉടനെ നിങ്ങൾ തൊട്ടടുത്ത് കാണുന്ന നിങ്ങൾ വലിയ ഒരാളുടെ അടുത്ത് പറയണം, എന്നെ ഇങ്ങനെ തൊട്ടു. നിങ്ങൾ എന്ത് ചെയ്യണം? തൊറ്റു.
അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആൻറ്റി പറഞ്ഞ ഈ പാർട്സിലൊക്കെ കണ്ടോ ഇവിടെയൊക്കെ തൊടുവാണെങ്കിൽ ഇവിടെയൊക്കെ തൊടുവോ ഉമ്മ വെക്കുകയോ ഒക്കെ പിടിക്കുവാണെങ്കിൽ നിങ്ങൾ നോ എന്ന് പറയണം. എന്നിട്ട് നിങ്ങൾ അച്ഛനോടോ അമ്മയോടോ പറയണം, നിങ്ങളെ വീട്ടിലെ വലിയ ഒരാളോട് പറയണം എന്നെ ഇങ്ങനെ തൊട്ടു എന്ന്. നിങ്ങൾ അച്ഛനും അമ്മയൊക്കെ കൂടാതെ വേറെ ആരെങ്കിലും നിങ്ങളോട് മുട്ടായിയൊക്കെ തന്നിട്ട് പറയുക നമുക്ക് പിന്നെ ഒരു സ്ഥലത്ത് പോവാം, നല്ല പാർക്കിൽ പോവാന്നോ അല്ലെങ്കിൽ വേറൊരു റൂമിൽ പോയിരിക്കാമെന്നോ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പറയണം നോ, ഞാൻ വരില്ല. ഒരിക്കലും ഒരാള് ഒറ്റയ്ക്കൊരു സ്ഥലത്ത് വിളിക്കുന്നിടത്തോട്ട് പോകരുത്. ഓക്കെ? എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളോട് ഇങ്ങനെ ആരാണോ മുട്ടായി തന്നത് അവരാരാണെന്നുള്ളത് നിങ്ങൾ അച്ഛനോടോ അമ്മയോടോ പറയണം. നിങ്ങൾ ചിലപ്പോൾ അമ്മയായിട്ട് മാത്രം ഒറ്റയ്ക്ക് താമസിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ അച്ഛന് മാത്രമായിട്ട് ഒറ്റയ്ക്ക് താമസിക്കുന്നോ ആയിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ പെട്ടെന്ന് അച്ഛനും അമ്മയടുത്ത് എത്താൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ സ്കൂളിൽ ടീച്ചേഴ്സിനോട് പറയണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഇത്രയും ആൾക്കാരോട് പറഞ്ഞിട്ടും അയാളോ അല്ലെങ്കിൽ അവരോ ഇത് വീണ്ടും തുടരുവാണ്, അതായത് നിങ്ങളെ ടച്ച് ചെയ്യുകയാണ്, നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത സ്ഥലത്ത് നിങ്ങളെ ടച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വേറെ ആളോട് പറയണം. അപ്പോൾ എപ്പോഴാണോ ആ ആൾ നിങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നത് നിർത്തുന്നത് അതുവരെ നിങ്ങൾ കാണുന്ന ആൾക്കാരോട് പറയണം. ചിലപ്പോൾ ഇവർ നിങ്ങളെ പേടിപ്പെടുത്തും, നിങ്ങളോട് പറയും ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ അനിയനെ അടിക്കും, അല്ലെങ്കിൽ ചേച്ചിയെ അടിക്കും, അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും ചെയ്യും, അച്ഛനെ എന്തെങ്കിലും ചെയ്യും. അങ്ങനെ ഒന്നുമില്ല, ഒരിക്കലും അവർക്ക് നിങ്ങളെ ആരെയും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നിങ്ങൾ ഇത് പറയാതിരുന്നാലാണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ആരെങ്കിലും ഇങ്ങനെ പറയുവാണെങ്കിൽ നിങ്ങൾ ഉടനെ നിങ്ങൾ അച്ഛനോടോ അമ്മയോടോ പറയണം, അച്ഛാ അമ്മേ എന്നെ തൊട്ടു. നമ്മൾ എന്ത് പറയും? എന്നെ ഇവിടെ തൊട്ടു. എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, നോ പറഞ്ഞു എന്നിട്ടും തൊട്ടു, അല്ലെങ്കിൽ മോൻ പറഞ്ഞു എന്നിട്ടും തൊട്ടു എന്ന് പറഞ്ഞു കൊടുക്കണം. ഓക്കെ? ഇത് മാത്രമല്ല, ഇപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സ് നിങ്ങളോട് പറയുവാണ്, അതായത് എൻ്റെ ഒരു റിലേറ്റീവ്, എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് എന്നെ ഇങ്ങനെ തൊട്ടു, എന്നെ അങ്ങനെ ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ അത് നിങ്ങളുടെ അച്ഛനോടോ അമ്മയോടോ അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സിനോടോ പറയണം. കാരണം അങ്ങനെ തൊടുന്നത് ഒരു ശരിയായ കാര്യമല്ല. ഇറ്റ് ഈസ് നോട്ട് ഗുഡ്. ഓക്കെ? അപ്പോൾ നിങ്ങൾ എന്ത് പറയും? ആര് നിങ്ങളെ തൊടാൻ വന്നാലും നിങ്ങൾ നോ. അപ്പോൾ പാരൻസ് നിങ്ങൾ 3 വയസ്സാവുന്നത് മുതൽ കുട്ടികൾക്ക് നല്ലതും ചീത്തയും മനസ്സിലാക്കാനുള്ള പ്രായം ആവുകയാണ്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും നിങ്ങൾ വീട്ടിൽ നിങ്ങളുടെ മക്കൾക്ക് ഗുഡ് ടച്ചും ബാഡ് ടച്ചും ഏതൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കുക. അത് അവർ മനസ്സിലായോന്ന് തിരിച്ച് ഒരു പടം കാണിച്ച് അല്ലെങ്കിൽ ഒരു പാവയെ കാണിച്ചിട്ട് ചോദിക്കുക, ഇതിൽ ഏതൊക്കെ പാർട്സിൽ തൊടുന്നതാണ് ബാഡ് ടച്ച് എന്ന് പറയുന്നതെന്ന് അവരെ കൊണ്ട് തിരിച്ച് പറയിപ്പിക്കുക. അതുവഴി ഉറപ്പ് വരുത്തുക അവർക്ക് മനസ്സിലായി. അത് മാത്രമല്ല, അവർക്ക് എന്തെങ്കിലും ഒരു അപകടം പറ്റുമ്പോൾ അവർക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്ന ആൾ ആരാണ് എന്നുള്ളതോ, അല്ലെങ്കിൽ എളുപ്പം ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് ആണെങ്കിലും ശരി, ഒരു 4 നമ്പറല്ലേ വരുന്നുള്ളൂ, അത് ആണെങ്കിലും അവരെ പറഞ്ഞു കൊടുക്കുക, പഠിപ്പിച്ചു കൊടുക്കുക. അവരൊറ്റയ്ക്ക് ആയിപ്പോകുന്ന ഏതെങ്കിലും സാഹചര്യത്തിൽ അവർക്ക് ഹെൽപ്പിന് വേണ്ടിയിട്ട് പറയാനുള്ളത്. അതല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്ട്രെസ്സിലാവുമ്പോഴത്തേക്കും അവർക്ക് നിങ്ങളോട് പറയാൻ പറ്റുന്ന സിമ്പിൾ ഉണ്ടെങ്കിൽ കാണിക്കുക, ഡിസ്ട്രെസ് സിമ്പിൾ. അത് നിങ്ങളൊരു സീക്രട്ടായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. കാരണം ഇൻ കേസ് അവർ കുട്ടികളോടൊപ്പം കുട്ടിയെ പിടിച്ചു വെച്ചിട്ട് ബലമായി പിടിച്ചു വെച്ച് ഭീഷണിപ്പെടുത്തി എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളും അവിടെയുണ്ട്, പക്ഷേ വീട്ടിൽ വെച്ച് നിങ്ങൾക്ക് അവർക്കത് പറയാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊരു ഡിസ്ട്രെസ് സിമ്പിൾ കാണിക്കാൻ പറ്റുന്നതായിരിക്കും. അത് നിങ്ങളും കുട്ടിയുമായിട്ട് മാത്രം അറിയാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കോഡായിരിക്കണം ആ ഒരു ഡിസ്ട്രെസ് സിമ്പിൾ. അപ്പോൾ ഇൻ കേസ് നിങ്ങൾ നിങ്ങളുടെ അപ്പൂപ്പൻ്റെയോ അമ്മൂമ്മയുടെയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ആൻറ്റിയുടെ അങ്കിളുടെ അങ്ങനെയൊക്കെ ഏതെങ്കിലുമൊക്കെ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ അവരെ വെക്കേഷനോ വല്ല നിർത്തുവാണ്, നിങ്ങൾ ദൂരെ ഒരു സ്ഥലത്താണ് ഇരിക്കുന്നത്, അവർ ഫോൺ വിളിക്കുമ്പോഴത്തേക്ക് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടുള്ള പ്രൈവസി അവർക്ക് കിട്ടുന്നില്ലായിരിക്കാം. ഈ ഉപദ്രവിക്കുന്ന ആളോ അവരെ ചൂഷണം ചെയ്യുന്ന ആളോ അവരുടെ കൂടെ ഉണ്ടായിരിക്കാം. അതുകൊണ്ട് അവർക്ക് നിങ്ങളോട് എളുപ്പം കൺവേ ചെയ്യാൻ പറ്റുന്ന ഡിസ്ട്രെസ് സിമ്പിൾ ഒന്നുകിൽ അതൊരു കൈ വെച്ചുള്ള എന്തെങ്കിലും ഒരു ആംഗ്യമായിരിക്കണം, വീഡിയോ കോൾ വഴി വരുവാണെങ്കിൽ പറയാൻ പറ്റുന്ന, അതല്ലെങ്കിൽ ഒരു കോഡ് വേർഡ് ആയിരിക്കണം.
പക്ഷേ ആ വാക്ക് പറയുമ്പോൾ മറ്റൊരാൾക്ക് മനസ്സിലാവുകയും ചെയ്യരുത് എന്നുള്ള രീതിയിൽ ഒരു കോഡ് നിങ്ങൾ ഉണ്ടാക്കണം. ഇന്നത്തെ കാലത്ത് നമുക്ക് കുട്ടികളെ സേഫായിട്ട് എവിടെ വിടാമെന്ന് ഉള്ളത് പാരൻസിന് ഭയങ്കര കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കിൻഡർ ഗാർഡൻസ് മുതൽ സ്കൂൾ വരെ ഈവൻ പോലും നമുക്ക് ആരെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന്, ഈവൻ സ്വന്തം ഫാമിലിയിൽ പോലും ആരെ വിശ്വസിക്കാമോ പറ്റില്ല എന്നുള്ളത് തിരഞ്ഞെടുക്കാൻ ഭയങ്കര പാടാണെന്നറിയാം. എന്നാലും നമ്മൾ പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ അല്ലേ. എന്തെങ്കിലും വന്നിട്ട് ഇതിനെയും കാട്ടി നമ്മൾ അതിന് മുന്നേ തന്നെ അതിനൊരു കരുതലായി എടുത്ത് ഈ വക കാര്യങ്ങൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അൺഫോർച്ചുനേറ്റ്ലി സെക്സ് എഡ്യൂക്കേഷൻ നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ അത്രയും വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. എന്നാൽ ഇവിടെയൊക്കെ ആണെങ്കിൽ, ഞാൻ ഇവിടെ നിന്ന് ഉദ്ദേശിച്ചത് ഇവ കാനഡയിലൊക്കെ ആണെങ്കിൽ പോലും വളരെ ചെറിയ പ്രായത്തിലെ അവർക്ക് സെക്ഷൽ അവയർനെസ് കൊടുക്കാറുണ്ട്. ഈവൻ ഞാൻ ഫ്രഞ്ച് പഠിപ്പിച്ചിരുന്നപ്പോൾ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ഫ്രഞ്ച് ബുക്സ് കിഡ്സിന് വേണ്ടി റെഫർ ചെയ്യാൻ നേരത്ത് സെക്ഷൽ ഓർഗൻസിനെ കുറിച്ച് പടം കാണിച്ചിട്ട് ഒരു ബോയുടെ ബോഡി പാർട്സ് ഇതൊക്കെയാണ്, ഗേളിൻ്റെ ബോഡി പാർട്സ് ഇതൊക്കെയാണെന്ന് പറഞ്ഞ് അവരെ ഓറിയൻറ്റ് ചെയ്യുന്നത്. ഇത് ഞാൻ പറയുന്നത് ഒരു 3, 4, 5 ഇയേഴ്സ് ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ബുക്കിൽ ഉണ്ടായിരുന്ന കാര്യമാണ്. അന്ന് ഞാൻ അതിശയിച്ചു പോയി, ഇത്രയും ഏർലി ഇവരെങ്ങനെ ചെയ്യാൻ പറ്റുന്നതെന്ന്. ആക്ച്വലി ഒരു 3 ഇയേഴ്സ് അബവ് മുതൽ അവരുടെ സോഷ്യൽ ഡെവലപ്മെൻറ്റിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് അവർക്ക് ഈ ജെൻഡർ ഡിഫറൻസസിൽ പിന്നെ സെക്ഷൽ കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് തോന്നി വരുന്ന ഒരു പ്രായമാണ്. അതുകൊണ്ട് തന്നെ അവരെ ചൂഷണം ചെയ്യാൻ എളുപ്പമാണ് ഈ ഒരു പ്രായം മുതൽ. കാരണം അവർക്ക് ക്യൂരിയസ് ആയിട്ടുള്ള കാര്യം വേറൊരാൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുകയാണ്. പകരം ഗിഫ്റ്റ്സ് കൊടുക്കുമ്പോഴത്തേക്ക് തന്നെ അവരത് ഓക്കെയാണ്. അഫ്കോഴ്സ് ഈ ഒരു പ്രായത്തിൽ അവർക്ക് നല്ലത് ഏത് ചീത്ത ഏതെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരു പ്രായമാണ് അല്ലേ. അപ്പം അവരുടെ ക്യൂരിയോസിറ്റി വേറൊരാൾ മുതലെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് നമ്മളെ കുട്ടികളെ അവെയർ ആക്കുക എന്നുള്ളതാണ്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട, നിങ്ങളുടെ കുട്ടികൾക്ക് ഇത് കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. കാരണം അച്ഛനും അമ്മയും പറയുന്നതാണ് ഒരു കുട്ടിക്ക് ഏറ്റവും നല്ലതായിട്ട് മനസ്സിലാവുന്ന ഭാഷ എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഞാനൊരു മൂന്നാമതൊരാളാണ്. അപ്പം നിങ്ങൾ അത് മാത്രം ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കുട്ടികളോടും നിങ്ങളത് ഇത് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി, കീപ് സ്മൈലിംഗ്. നാളെ നമ്മുടെ ഒരു കുഞ്ഞിനും ഇങ്ങനത്തെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ബൈ പറഞ്ഞേ പാപ്പു. ബൈ.